മോസ്റ്റ്ലി ത്രില്ലറുകൾ എടുക്കുന്ന ജിത്തു ജോസഫ് വല്ലപ്പോഴെങ്കിലും കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി തേടിയിട്ട് തന്നെയാണ് നുണക്കുഴി എന്ന സിനിമ കാണാൻ പോയത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ബേസിൽ ജോസഫിൻ്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് പടം അല്ലെങ്കിൽ ഒരു കോമഡി പടം, അതൊക്കെ തന്നെ ഞാൻ കാര്യം വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യാറുള്ളൂ. ആൻഡ് ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് തുടക്കത്തിൽ നല്ല രീതിയിൽ ചിരിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിരിയുടെ കാര്യത്തിൽ ഈ സിനിമ ഓക്കെ, അതിപ്പോൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും പലയിടത്തും അത് വർക്കാവുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബൈജുവിൻ്റെ പെർഫോമൻസ്, ബേസിൽ ജോസഫ്, ഗ്രേസ് ആൻ്റണി, സിദ്ദീഖ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് കൊണ്ട് അത്തരം കോമഡികളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കണ്ടിരുന്ന് പോകാനും ചിരിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് ഇവൻസും അതെല്ലാം കൂടിയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ആംഗിളിലോട്ട് എത്തിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി പറഞ്ഞാൽ ഒരു പ്രിയദർശൻ കോമഡി പടത്തിനുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷെ അത്തരം കുറേ സെഗ്മെൻറ്റുകളൊക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് പറയാൻ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ സെറ്റപ്പ് അല്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും. അപ്പോൾ സ്ക്രീൻ റൈറ്റിങ്ങിൻ്റെ കേസിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത്തരം കുറേ അധികം സെഗ്മെൻറ്റ്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അതങ്ങനൊരു കറക്റ്റ് ഫ്ലോയിലെത്തിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നൊരു സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട്. മോശം എന്ന് പറയുന്ന രീതി ഇല്ലെങ്കിൽ പോലും എന്നാൽ അത്ര അടിപൊളി എന്ന് പറയാവുന്ന ഒരു സെറ്റപ്പും ഇല്ല. ഒരു ആവറേജ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ മാത്രമേ ഈ സിനിമയ്ക്കകത്ത് ഉള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒക്കേഷണലായിട്ട് ചിരികൾ സമ്മാനിക്കാൻ ഈ സിനിമയെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കണ്ടിരുന്ന് പോവാം, ബോറായിട്ടൊന്നുമില്ല. മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.